ചില ക്ലാസ്സുകൾ എടുക്കാൻ നിയോഗിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്ന കൂടെ ഉണ്ടാകാൻ ഓർമ്മിപ്പിച്ചു. ദൈവനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. May the name of the Lord be glorified. ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നോക്കിയപ്പോൾ നേരിട്ട് പരിചയമുള്ള വളരെ വേണ്ടപ്പെട്ട അനേക ആളുകളെ കാണുന്നുണ്ട്. So during with this platform, I can see many faces whom I know. എന്നെ വിളിക്കുകയും ഞാൻ വാക്ക് തരികയും ചെയ്തപ്പോഴൊന്നും നിങ്ങളൊക്കെ ഉള്ള സഭയാണ് എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അതുപോലെ തന്നെ മുൻപിൽ ഇരിക്കുന്നവരൊക്കെ തന്നെ വളരെ അടുത്ത് പരിചയമുള്ളവർ തന്നെയാണ്. So when I agreed and committed for this particular ministry, I did not know all of the people sitting here are of the part of the same assembly. Many of whom who are on this platform, I know them personally. ഈ നിലയിൽ നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോടൊപ്പം ദൈവം അനുവദിച്ചാൽ അടുത്ത മെയ് ജൂൺ 2 മാസങ്ങളിലായി ഒരു 8 ക്ലാസ്സുകൾ ഒന്നിച്ച് നമുക്ക് ചെലവഴിപ്പാനും ഇടയാകുന്നതിൽ സന്തോഷം. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. I praise and glorify God, and I'm happy that over the next span of 2 months also we shall sit together and study from the Word of God. നമ്മുടെ പഠനത്തിനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വിഷയം പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ ഗൗരവമായ ഒരു ഉപദേശ വിഷയം തന്നെയാണ്. The topic that has been committed to me for the study over this period is something which is doctrinally very important, and as it was mentioned at the start of the meeting. ദൈവ മക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വേർപെട്ട ദൈവമക്കൾ ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങളെ മുറുകെ പിടിക്കുന്നവരും അത് മനസ്സിലാക്കി അതനുസരിച്ച് മുൻപോട്ട് പോകുന്നവരുമാണ്. Especially people like us who are born again are separated. We are people who hold on to the doctrine and lead our lives in that manner. ബൈബിളിലെ ഉപദേശ വിഷയങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ധാരാളം നമുക്ക് കാണാനായിട്ട് കഴിയും. Doctrinally, we can find the subjects in plenty, both in the Old and New Testament. പ്രത്യേകിച്ച് ദൈവസഭയോട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായ ഉപദേശ സത്യങ്ങളെല്ലാം തന്നെ പുതിയ നിയമത്തിന്റെ പേജുകളിൽ നാം കാണുന്നുണ്ട്. So basically, the principles or the doctrines related to the church is something that you find in the New Testament. എന്നാൽ പുതിയ നിയമം മാത്രമല്ല, വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും വിശേഷാൽ മുഴു ബൈബിളിലുമായി ബൈബിളിലെ അടിസ്ഥാനപരമായ പല ഉപദേശ സത്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് ആവശ്യമുണ്ട്. So there are many doctrinal subjects, not only in the New Testament, but also in the Old Testament, which lays the foundation, understanding and study of the scriptures, and which we need to know and understand. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവിക തൃത്വം എന്ന് പറയുന്ന വിഷയം. And amongst that, one of the most important doctrines is the triune or the Trinity of God. അതാണ് നമ്മുടെ ഈ തുടർന്നുള്ള 8 ക്ലാസ്സുകളിലായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. And that is the subject that we are endeavoring to learn in this 8 classes that we would have. നമുക്കറിയാം ദൈവവിശ്വാസം എന്ന് പറയുന്നത് ലോകത്തിൽ പല വിധത്തിലുണ്ട്. So we know that the faith to God can be of different kinds in this world. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അനേക ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ദൈവവിശ്വാസം ലോകത്തിലുണ്ട്. So there are many kinds of faith in the world about God. Some who believe only one God, some who believe plurality of God, some people who don't believe God at all. എന്നാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങളാണ് ഏക ദൈവവിശ്വാസം പഠിപ്പിക്കുന്ന മതങ്ങൾ. So there are 3 major religions in this world who speak about the monotheistic God or the only one God. അതില് ഒന്ന് യഹൂദ മതമാണ്, മറ്റൊന്ന് ഇസ്ലാം മതമാണ്, മൂന്നാമത്തേത് ക്രൈസ്തവ മതം. ഈ 3 മതങ്ങളും ദൈവം ഒന്ന് എന്ന് പഠിപ്പിക്കുന്ന മതങ്ങളാണ്. So 3 religions, Judaism, Christianity and Islam, they all teach that only there is one God.
എന്നാൽ ഈ 3 മതങ്ങളിൽ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ആ ഏക ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളത്. And out of 3 major religions, only Christianity is the one which indwells on one God, but as a triune or trinity in that one God. ആ ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനമായ ബൈബിളിലെ ഈ ത്രിത്വം ഉപദേശം ബൈബിളിലെ ഉപദേശ സത്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്ന് തന്നെയാണ്. So amongst the faith belief based on the scriptures, Trinity is one of the fundamentals and very important doctrinal subjects. ക്രിസ്തീയ വിശ്വാസം തന്നെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ വിശ്വാസത്തിൽ, ഈ ഉപദേശത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. The Christian faith is fundamentally based on this core doctrine of Trinity. നമ്മുടെ പഠനത്തിന് കൊടുത്തിരിക്കുന്നത് ട്രിനിറ്റി എന്ന വാക്കാണ്. The topic for the study is Trinity. ആ വാക്ക് ശരിയാണ്, എന്നാൽ കുറെ കൂടെ യോഗ്യമായ ഒരു പദം ട്രൈ യൂണിറ്റി എന്ന് ഉപയോഗിക്കുന്നതാണ്. Although Trinity is a good word, but far better it would be Trinity God, that which we can speak of. ട്രൈ യൂണിറ്റി എന്ന് പറയാൻ ഏകത്വം. ആ ഏകത്വം എന്ന പദം കൂടെ ചേർന്നാണ് ബൈബിളിലെ ഏക വിശ്വാസം ഇരിക്കുന്നത്. So it's a tri-unity. So in that sense is where that fundamental core doctrine is based in the scriptures. വേദപുസ്തകത്തിലെ ദൈവം ഏക ദൈവമാണ്. So the God of the scripture of the Bible is one God. എന്നാൽ നമ്മുടെ പഠനത്തിൽ നാം തുടർന്ന് വിശദമാക്കുവാനായിട്ട് പോകുന്നത് ആ ഏകത്വത്തിൽ ഒരു ബഹുത്വം ഉണ്ടെന്നും ആ ബഹുത്വം 3 ആളത്വങ്ങൾ ചേർന്നതാണ് എന്നുള്ളതുമാണ്. So what is important that we is going to study is in this one God there are plurality and 3 personalities which is informed. വേദപുസ്തകത്തിലെ ഉപദേശ വിഷയങ്ങളിൽ മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ഏകത്വം എന്ന് പറയുന്ന വിഷയം. So among the doctrine, one of the most difficult ones to understand is the triunity. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ത്രിത്വമെന്നോ ഏകത്വമെന്നോ ഒക്കെ പറയുന്ന ഒരു വാക്ക് അങ്ങനെ തന്നെ ബൈബിളിൽ എവിടെയും നാം വായിക്കുന്നില്ല. One of the reasons why it becomes difficult because there is no specific word mentioned in the scripture which says Trinity or triunity of God. അത് മാത്രമല്ല, ഏകദൈവം, ആ ദൈവത്വത്തിൽ പല ആളത്വങ്ങൾ, അതിൽ ഓരോന്നും പൂർണ്ണ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ യുക്തിപരമായിട്ട് മനുഷ്യന് അംഗീകരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുമുണ്ട്. It becomes very difficult when we say one God and plurality of personality. Logically to understand or to reinstate that becomes a bit difficult. എന്നാൽ നാം ദൈവവചനത്തിൽ അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകരിക്കുന്നത്. The reason why we are able to believe and accept it is because it is revealed in the scriptures or in the Bible. ഈ ഉപദേശം ശരിക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ദൈവകൃപ ലഭിച്ചവർക്കും ദൈവാത്മാവിന്റെ സഹായം അനുഭവിക്കുന്നവർക്കും മാത്രമാണ്. The one who is able to really understand this to a greater extent is the one who has the grace of God and who have the help of the Spirit of God in understanding it. എന്നാൽ ദൈവവചനത്തിലൂടെ നാം അത് പഠിച്ചു കഴിയുമ്പോൾ ഇത് യുക്തിക്ക് വിരുദ്ധമല്ല എന്നും ലോജിക്കലി നമുക്കത് അംഗീകരിക്കാവുന്നതാണ് എന്നും നമുക്ക് ബോധ്യമാകും. So as we even understand it through the scriptures, we will be able to also understand that this is not against logic, but it all falls in line. ഈ 3 ആളത്വങ്ങൾ എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 വ്യത്യസ്ത ആളത്വങ്ങളെങ്കിലും 3 കൂടെ ചേർന്ന ഏക ദൈവം, അതാണ് ഈ ത്രിയേക ദൈവം എന്ന വിശ്വാസം. So the 3 personality is the Father, the Son and the Holy Spirit, and all of them together in unison is the triune one God. അതുകൊണ്ട് നമ്മുടെ ഈ പഠനത്തെ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ആ വാക്ക് ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ത്രിയേകത്വം
അഥവാ ട്രൈ യൂണിറ്റി എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. So let's try to make our study and probably rename it saying that triunity and triune God. ഞാൻ ഓർമ്മിപ്പിച്ചു, ഏക ദൈവവിശ്വാസം പഠിപ്പിക്കുന്ന രണ്ട് മതങ്ങൾ വേറെയുണ്ട്. So as I told you, there are two other major religions which teaches about monotheistic or single or one God as such. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മാത്രം അവയിൽ നിന്നുമുള്ള വ്യത്യാസം ഏകദൈവമാണ്. എന്നാൽ ആ ഏക ദൈവത്വത്തിൽ there is a plurality, ഒരു ബഹുത്വമുണ്ട് എന്നുള്ളത്. So only apart from those two, what makes the Christian faith a unique, although it is one God, but in that one God there is plurality, and that is a triune God. ഇന്ന് ഈ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളതിന് ഏതാനും ചില തെളിവുകൾ തിരുവെഴുത്തിലൂടെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So in this one God there is plurality. We will try and understand it through the scriptures, through certain verses as we go through. ദൈവം ഏകനാണ് എന്ന് ഈ ബൈബിളിൽ അനേക വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There are many verses in the scripture which says that there is only one God. ഏതാനും ചില വാക്യങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം, നമുക്കതൊന്ന് നോക്കി മുൻപോട്ട് പോകാം. So we'll just go through a few portions of scriptures quickly. ഒരു 10 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ദൈവം ഒന്നേ ഉള്ളൂ അഥവാ ദൈവം ഏകനാണ് എന്ന് ഈ ബൈബിൾ പഠിപ്പിക്കുന്ന വാക്യങ്ങൾ. I want to point out 10 verses which points out there is only one God in the scriptures. അതില് ആദ്യത്തേത് ആവർത്തന പുസ്തകമാണ്. അതിന്റെ 4-ാം അധ്യായം 35-ാം വാക്യം. So the first is Deuteronomy. Chapter 4 verse 35. 4 and verse 35. Deuteronomy chapter 4 and verse 35. അവിടെ ആ വാക്യം ഒന്ന് വായിക്കുന്നു. നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു, യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ. അവിടെ യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നാം വായിക്കുന്നു. There we read it like that. To you it was shown that you might know that the Lord himself is God. There is none other besides him. അതുപോലെ തന്നെ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിലും ആവർത്തിക്കുന്നുണ്ട്. And same is repeated in chapter 4 and verse 39 of Deuteronomy. ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക. Therefore you know this day that consider it in your heart that the Lord himself is God in heaven above and on earth beneath, there is no other. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. Deuteronomy chapter 6 and verse 4 we read it with much clarity there. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. Oh, hear, O Israel, the Lord our God, the Lord is one. അല്പം കൂടെ നാം മുൻപോട്ട് പോയാൽ 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 59-ാം വാക്യത്തിലും ഈ ആശയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. So in 1 Kings we read about the same thing again. Chapter 8:59. 8 and verse 59. യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന്. So that the entire nations of the world know that there is no other God apart from the Lord. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. Isaiah chapter 45 and verse 5 we read it. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല. That I am the Lord God Jehovah, there is no other God than I. ഇനിയും അനേക വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്. There are many other verses in the Old Testament which points the same thing. എന്നാൽ ദൈവം ഒന്നേ ഉള്ളൂ അഥവാ ദൈവം ഏകനാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു 5 വാക്യങ്ങൾ മാത്രമാണ് പഴയ നിയമത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. So I've just pointed out 5 verses in the Old Testament which points out that there is only one God. പുതിയ നിയമത്തിലും അനേക വാക്യങ്ങളുണ്ട്. അതിലും ഒരു 5 വാക്യം നമുക്കൊന്ന് നോക്കാം. There are many verses in the New Testament. I'll point out 5 verses for your attention. അതിലെ ഒന്നാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം.
So, Gospel of John, chapter 17 and verse 3 is the first reference. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. And this is eternal life, that you may know the only true God and Jesus Christ whom you have sent. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ് ഏക സത്യദൈവമാണ് എന്ന്. And there we read that he is the only true God. ഇനിയും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും ഇത് നാം വായിക്കുന്നുണ്ട്. So 1 Corinthians chapter 8 and verse 4 we read this. അവിടെ ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്ന് നാം അറിയുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. The latter part of that verse says there is no other God but one. 1 Timothy chapter 2 verse 5 അവിടെയും ഇതേ കാര്യം നാം വായിക്കുന്നുണ്ട്. 1 Timothy chapter 2 and verse 5 we read the same thing there. അവിടെയും ദൈവം ഏകനാണ് എന്നുള്ള ആശയമാണ് പറയുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. There it says there is only one God and one mediator between God and men. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം. James chapter 2 and verse 19. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. If you believe that there is one God, you do well. യൂദയുടെ ലേഖനം 25-ാമത്തെ വാക്യം. Jude and verses 25. അവിടെ അതിന്റെ 25-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ എന്ന് നാം വായിക്കുന്നുണ്ട്. There we read to God our Savior who alone is wise. Probably English doesn't have that clarity, but yeah, the only God. Only God. Okay. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് 5 വീതം ഒരു 10 വാക്യം ദൈവം ഒന്നാണ്, അല്ലെ ദൈവം ഒന്നേ ഉള്ളൂ, ദൈവം ഏകനാണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. I just pointed out to you 5 verses from Old and New Testament, just pointing out to the very fact that God is one. ഇതേ ആശയം വെളിപ്പെടുത്തുന്ന മറ്റനേക വാക്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. There are many other portion of scriptures which actually point out to the same thing about God being one, and there are many verses. ഞാൻ സൂചിപ്പിച്ചു, ഇസ്ലാം മതവിശ്വാസികളും ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ട്. As I told you, the Islam followers of Islam also believe there is only one God. യഹൂദ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസവും ദൈവം ഏകനാണ് എന്നുള്ളതാണ്. Even the Judaism, the Jewish people also follow the thing that there is only one God. ഇവിടെ നാം ഇപ്പോൾ വായിച്ച ഈ 10 വാക്യങ്ങളും പറയുന്നു ദൈവം ഏകനാണ്, ദൈവം ഒന്നേ ഉള്ളൂ. Even in the 10 points of references that we took from the scriptures, they all say that the Lord God is one. പിന്നെന്താ യഹൂദ ഇസ്ലാം മതവിശ്വാസികളുടെ ദൈവവിശ്വാസവും ബൈബിള് വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം? Then what is the difference between the monotheistic belief of Islam and the Jewish, and what distinguishes between the faith and the God which is revealed in the scripture or in the Bible? ബൈബിള് വെളിപ്പെടുത്തുന്ന ആ ഏക ദൈവത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ആ ദൈവത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളത്. So only the Lord or the God who's been revealed through the Bible has got plurality in that oneness. അപ്പൊ ഇത് നമ്മൾ കണ്ട ഈ 10 വാക്യങ്ങളിലും ഏക ദൈവം എന്ന് പറയുമ്പോഴും ആ ദൈവത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളത് വേദപുസ്തകത്തിലൂടെ തന്നെ തെളിയിക്കപ്പെടേണ്ട ഒരു ഉപദേശമാണ്. And what is important is all the verses that we read right now shows and points out one God, but through the very same scriptures we need to understand the doctrine of plurality in that oneness. അപ്പൊ ഇന്ന് ഒരു 4 തെളിവുകളാണ് ഈ ഏക ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളതിന് നമുക്ക് യുക്തിപരമായി വിശ്വസിക്കാൻ കഴിയും എന്നുള്ളതിനായിട്ട് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. For the logical proof of understanding to our senses, we'll try to highlight 4 proofs through the scriptures to understand the plurality in the oneness of God. ഒന്ന് എന്ന് പറയുന്നതിനകത്ത് ഒരു ബഹുത്വമുണ്ട് എന്നുള്ളത് മറ്റും ചില ദൃഷ്ടാന്തങ്ങളിലൂടെ ബൈബിള് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
there are through different illustration in the Bible itself, we can understand that in the oneness there is plurality. ഈ ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൽ മാത്രമല്ല, മറ്റു ചില കാര്യങ്ങളിലും ആ ഏകത്വത്തിൽ ബഹുത്വം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. This understanding of plurality in oneness is not only in relation to God himself, but in different subjects which is mentioned in the Bible. We can understand that. ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ഒരു ദൃഷ്ടാന്തം നാം കാണുന്നുണ്ട്. We will see one illustration in the first book of the Bible, Genesis. അവിടെ സൃഷ്ടിയുടെ ഒരു വിവരണമാണ് നാം വായിക്കുന്നത്. There we read about the description of creation. അത് പറയുന്നിടത്ത് 1-ാം ദിവസത്തെയും 2-ാം ദിവസത്തെയും 3-ാം ദിവസത്തെയും ഒക്കെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ് അത് പറയുന്നത്: സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. So, it says that there was in the morning and evening and, the first day and the second day. So there is this mention of the morning and the evening there. അവിടെ 1-ാം ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ 5-ാം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. Verse 5, we read about it in Genesis chapter 1. അപ്പൊ അവിടെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസത്തിൽ ഒരു സന്ധ്യയുമുണ്ട്, ഒരു ഉഷസ്സുമുണ്ട്. 2 ഘടകങ്ങൾ ആ ഒന്നിനകത്തുള്ളതായിട്ട് നാം കാണുന്നു. So it says that the evening and the morning were the first day. So the one day has got 2 elements to it, which is evening and morning. ഒരു ദിവസം എന്ന് അത് പറയുന്നത്, പക്ഷേ ആ ഒരു ദിവസം എന്നതിൽ there is a plurality. ഒരു സന്ധ്യയുമുണ്ട്, ഒരു ഉഷസ്സുമുണ്ട്. So it says first day, meaning one day, and in that one day it has got 2 elements, which is a plurality, which is evening and morning. അപ്പം വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ള തെളിവോടുകൂടിയാണ്. So, the scripture, the Bible starts off with that understanding that in that oneness there is plurality. That understanding is already underlined. പിന്നീട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ വരുമ്പോൾ മറ്റൊരു തെളിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. And when you come to Genesis chapter 2 and verse 24, we read another proof for our understanding. അവിടെ ആദമിന് ഒരു ഭാര്യയെ ദൈവം സൃഷ്ടിച്ചു കൊടുക്കുന്നു. So to Adam, God creates a wife and gives it to him. അതേക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. So it reads like this: therefore a man shall leave his father and mother and be joined to his wife, and they shall become one flesh. അവിടെയും ഏകദേഹം എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. There again it talks about one flesh, being one flesh. പക്ഷെ ആ ഏകദേഹം എന്ന് പറയുന്നതിനകത്ത് 2 ഘടകങ്ങളുണ്ട്. ഒരു പുരുഷനുമുണ്ട്, ഒരു സ്ത്രീയുമുണ്ട്. And in that one flesh there is got 2 entities, which is man and a woman. ഒരു ദിവസം എന്ന് പറയുന്നതിനകത്ത് ഒരു സന്ധ്യയും ഒരു ഉഷസ്സുമുണ്ട്. ഒരു ദേഹം എന്ന് പറയുന്നതിനകത്ത് ഒരു പുരുഷനുണ്ട്, ഒരു സ്ത്രീയുണ്ട്. So in a day, when it mentions it, that got a morning and evening, 2 elements. When it says one flesh, it has got 2 elements, the man and the woman. ഇത് ഇപ്പൊ നമ്മൾ കണ്ട ഈ 2-ാമത്തെ തെളിവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും എഫേസ്യ ലേഖനത്തിൽ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. So what is mentioned in Genesis 2 and verse 24 is also been repeated in Ephesians chapter 5 in the New Testament. പുതിയ നിയമത്തിലെ കൊലോസ്യ ലേഖനവും എഫേസ്യ ലേഖനവും നമ്മൾ വായിച്ചാൽ വേറൊരു ദൃഷ്ടാന്തം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. If you come to the New Testament in Colossians and Ephesians, there is another illustration which points out to the same understanding. ആ 2 ലേഖനങ്ങളിലെയും പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. And both of those epistles have got the core subject about the relationship between the Lord Jesus Christ and the church. ക്രിസ്തുവും സഭയും ചേർന്ന് ഒന്നാകുക. ആ ഒന്ന് എന്നുള്ളതിനകത്ത് ക്രിസ്തുവുണ്ട്, സഭയുണ്ട്, അല്ലെങ്കിൽ തലയുണ്ട്, ശരീരമുണ്ട്. So, in both of those epistles, it says about how Christ and the church becomes one, meaning that entity has got a head, which is Christ, and the body, which is church. So, oneness in that plurality. അവിടെയും നമുക്ക് ബഹുത്വം കാണാനായിട്ട് കഴിയുന്നു. There again, we see the plurality in that oneness.
നാം മനുഷ്യനെ എടുത്താൽ അവിടെയും നമുക്ക് ഒരു ബഹുത്വം കാണാൻ കഴിയുന്നുണ്ട്. So if you take man and himself again, you see the plurality there. 1 തെസ്സലോനിയർ 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ മനുഷ്യനിലുള്ള 3 ഘടകങ്ങളെ നാം വായിക്കുന്നുണ്ട്. So in 1 Thessalonians chapter 5 and verse 23, we read that there are 3 elements of a human. ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ. So it's the mind, body and soul. ഈ 3 ഘടകങ്ങളൂടെ ചേർന്ന ഒരു മനുഷ്യൻ, അതാണ് മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. So these 3 aspects of mind, body and soul becomes the part of a single human being. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ആദമിനെ കുറിച്ച് പറയുമ്പോൾ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്ന് പറയുന്നുണ്ട്. So in regards to Adam, which it says that through one man sin came, and that's how it has been described. അപ്പം ഒരു മനുഷ്യൻ അല്ലെ ഏക മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ 3 ഘടകങ്ങൾ പ്രധാനമായിട്ട് ആ മനുഷ്യനിലുണ്ട്. So when you say one man, that man is comprised of 3 other elements which we read now. അപ്പൊ ഇവിടെ ബൈബിളിൽ ഏതാനും ദൃഷ്ടാന്തങ്ങൾ നാം കണ്ടു. ഒരു ദിവസം എന്ന് പറയുമ്പോൾ അതിലൊരു ബഹുത്വമുണ്ട്. ഏകദേഹം എന്ന് പറയുമ്പോൾ അതിലൊരു ബഹുത്വമുണ്ട്. ക്രിസ്തു സഭ ബന്ധത്തിൽ ഒരു ബഹുത്വമുണ്ട്. മനുഷ്യനിൽ ഒരു ബഹുത്വമുണ്ട്. So when we went through all of this, we could understand, when we say a day which is singular has got plurality. When we say one flesh, again it has got plurality between man and wife. Again, when we come to the New Testament, we see as the relationship between Christ and church, that oneness has got plurality. Man as a body has got a plurality in itself. ദൈവം എന്ന ആ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്ന് പറയുമ്പോൾ മറ്റു പല ദൃഷ്ടാന്തങ്ങളിലൂടെ അത് സാധ്യമാണെന്ന് ബൈബിൾ തെളിയിച്ചിട്ടുണ്ട്. So when we understand and try and study about the plurality in the oneness of God, beforehand there are many other things which gives us an understanding that there is a possibility, or there is that understanding which has been taught about the plurality in oneness. ദൈവത്വത്തിൽ ഒരു ബഹുത്വം ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവത്വത്തിൽ മാത്രമല്ല ഒരു ബഹുത്വമുള്ളതായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇപ്പം കണ്ട നിരവധി ദൃഷ്ടാന്തങ്ങൾ ഇതിന് സഹായകരമായിട്ടുണ്ട് എന്നുള്ളത് ഒരു ശക്തമായ തെളിവ് തന്നെയാണ്. So when we say that there is plurality in oneness, we also understood that this is only not limited to God or understanding in itself, but there are different other illustrations in the scripture which points out to this understanding. അപ്പം ഒരു ബഹുത്വം ഏകത്വത്തിൽ ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് നാം ഇപ്പോൾ കാണുകയുണ്ടായി. So right now we look into one example which said about how there is plurality in that oneness. രണ്ടാമത്തെ തെളിവ്, second understanding or example, നമ്മൾ കണ്ട വാക്യങ്ങളിൽ പ്രത്യേകിച്ച് ദൈവം ഏകൻ എന്ന് ഇസ്രായേൽ ജനത്തോട് നേരിട്ട് പറയുന്ന ഒരു വാക്യം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കണ്ടു. Deuteronomy chapter 6 and verse 4, we read as to how the Lord God speaks to Israel about him being one. ദൈവം ഏകൻ തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There is the mentioning that there is only one Lord God. ഒന്ന് എന്നുള്ളതിന് പ്രധാനമായിട്ട് ഹീബ്രു ഭാഷയിൽ 2 വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. For the term or the word one in Hebrews, there are 2 different words which can be related to that one. നമുക്കറിയാം ബൈബിളിലെ പഴയ നിയമം എഴുതിയ മൂലഭാഷ, ഒറിജിനൽ ലാംഗ്വേജ് ഹീബ്രു ആണ്. So we know that the Old Testament, the original language is written in Hebrew. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. And the New Testament is written in Greek. അപ്പൊ നമ്മളിപ്പം പഴയ നിയമത്തിൽ കണ്ട ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള വേദഭാഗങ്ങൾ പ്രധാനമായും എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിലെ ചില പദങ്ങളും ചേർത്ത് നാം പഠിക്കുമ്പോഴാണ് ഈ ആശയം വ്യക്തമാകുന്നത്. So when we understand from the Old and the New Testament, we do that comparative study, we will be able to understand it in a better way. 2 വാക്കുകൾ
എബ്രായ ഭാഷയിൽ ഒന്ന് എന്നുള്ളതിനുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. As I told you, in Hebrew, for one, there are two different words which is used in Hebrew. അതിലൊന്ന് യാഖിദ് എന്ന ഒരു പദമാണ്, YACHID, യാഖിദ് എന്ന പദമാണ്. One of the words is Yachid. ആ വാക്കിന്റെ അർത്ഥം ഓൺലി വൺ, ഒന്ന് മാത്രം എന്നുള്ള ആ അർത്ഥമാണ് ആ വാക്ക് നൽകുന്നത്. So Yachid literally means only one. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. So in Genesis chapter 22 and verse 2, there Lord God speaks to Abraham. There he mentions something. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ കൊണ്ടുപോയി മോറിയാമലയിൽ യാഗം കഴിക്കണമെന്നാണ് പറയുന്നത്. There he says, now take your son, your only son Isaac. That's how it says there. അവിടെ ഈ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യാഖിദ് എന്ന പദമാണ് ഏക മകനെ, ഒരേ ഒരു മകനെ എന്ന അർത്ഥം വരാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. There when it says only son Isaac in Hebrew, the word used there is Yachid. ഇത് വേറെയും ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകത്തില്, ദ ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 34-ാം വാക്യത്തില് ഇബ്താഹിന്റെ മകളെ കുറിച്ച് പറയുമ്പോഴും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. So in Judges chapter 11 verses 34, we read about Jephthah and her daughter there, and again the same usage is being used there. അതിന്റെ 2-ാം ഭാഗത്ത് പറയുന്നു, അവൾ അവന് ഏകപുത്രിയായിരുന്നു. And there it says that she was the only daughter to him. അവിടെ ഓൺലി സൺ, ഓൺലി ഡോട്ടർ എന്നൊക്കെ പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കാണ് യാഖിദ് എന്ന പദം. So wherever that usage of only son and only daughter, we looked at two portions of scripture. The Hebrew word used in this context are Yachid. ഈ അർത്ഥം വരുന്ന മറ്റു പല ഭാഗങ്ങളിലും ഇതേ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ 2 ദൃഷ്ടാന്തങ്ങളെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. There are different other scenarios or situations where this particular word is used and the implied meaning is only one. We've just taken 2 examples for it. എന്നാൽ ഒന്ന് എന്നുള്ളതിന്റെ വേറൊരു വാക്കാണ് ഏഖദ്, ECHAD. The other word in Hebrew for one is ek. One is യാഖിദ് and the other one is ഏഖദ്. ഈ 2 വാക്കുകളാണ് പ്രധാനമായിട്ട് ഒന്ന് എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുള്ളത്. So the one word, one in English, in Hebrew, to whenever that is being mentioned, it is done in 2 different contexts. One is Yachid and another word is Yek. ഏഖദ് എന്നുള്ള ആ വാക്കിന്റെ ശരിയായ അർത്ഥം ഒന്ന് എന്നാണ്, എന്നാൽ there is a plurality in that oneness. അതാണ് ഏഖദ് എന്ന വാക്കിന്റെ അർത്ഥം. So ek in itself, it means one, but in that oneness there is plurality, unlike Yachid, which only means only one. ആ ഏഖദ് എന്ന പദം നമ്മുടെ മലയാളത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നതുമായിട്ട് വളരെ സാമ്യമുണ്ട്. So that Yachid has got similarity when it was, in terms of its usage in Malayalam as a language. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവം ഒന്ന് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവം ഏകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So in Deuteronomy chapter 6 and verse 4, where we read, there we see it's not Yachid, it is Ek. മലയാളമായിട്ടുള്ള സാമ്യം അത് ഇംഗ്ലീഷിൽ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. It is not ഏകൻ എന്നുള്ള വാക്ക്. So it has not. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറയുന്നിടത്തും ഒരു ദേഹമെന്നല്ല, ഏകദേഹമായി തീരും എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏഖദ് എന്ന വാക്കാണ്. So in Genesis chapter 2 and verse 24, there again when we read, the word used for that oneness of flesh is yek, meaning that there is a plurality in that oneness. എവിടൊക്കെ ആ ഒരു ബഹുത്വം ഒന്നിൽ കാണുന്നുണ്ടോ
അവിടെ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഏകത് എന്ന പദം. So wherever the scripture needs to denote plurality in oneness, there all those places ekad is the first which is used in Hebrew. ത്രിയേക ദൈവത്തെ വെളിപ്പെടുത്തുന്ന ബൈബിളിലെ ഭാഗങ്ങളിലെല്ലാം ദൈവം എന്നുള്ളതിന് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഏകത് എന്ന വാക്കാണ്. അതിന്റെ അർത്ഥം in that oneness there is a plurality. So wherever there is the mentioning of the triune God or the Trinity of God, there all those places there is the word ekat in the Hebrew language which is used and which denotes of the understanding in the oneness there is plurality. അപ്പൊ ആ വാക്ക് തന്നെ ഒരു തെളിവാണ് ദൈവം എന്ന ആ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളതിന്. That word in itself has a proof to state that the oneness of God has got plurality. മൂന്നാമത് മറ്റൊരു തെളിവ്, and thirdly another proof that we can gain from the scripture, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. there is one word which has been mentioned in creation of humanity. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യമാണ്. Genesis chapter 1 and verse 26. ദൈവം പറയുക, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. So it says, let us make man in our image according to our likeness. അപ്പൊ അവിടെയൊക്കെ നാം, നമ്മുടെ അല്ലെങ്കിൽ അവർ എന്നിങ്ങനെയുള്ള ഒരു ബഹുവചന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. See, all of these places, if you see, it's us is plural, our, it's more than one, it's plural, our again. So those usages denote that plurality. ആ വാക്കും നമുക്കൊരു ആശയം തരികയാണ്, ആ ദൈവത്വത്തിൽ ഒരു ബഹുത്വമുണ്ട്, അതുകൊണ്ടാണ് നാം നമ്മുടെ എന്നൊക്കെ പറയുന്നത്. So this verse again gives you the understanding that oneness of God has got plurality in itself. 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പിന്നെ അടുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. And in verse 27 of Genesis 1 we says God created man in his own image. അപ്പം ദൈവമാണ് മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത്. എന്നാൽ ആ ദൈവം ആ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നാം നമ്മുടെ എന്നൊക്കെ പറയുന്നതിലൂടെ ആ ദൈവത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളത് വ്യക്തമാകുക. In 27 God says God created, so there it is a singular, but when you come to the verse 24 we see that let us in our likeness, there we see that if that oneness of God has got plurality in itself. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. There is a word which is been mentioned when the man sins about that case. അതും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിലാണ്. Genesis chapter 3 and verse 22 we read like that. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നിരിക്കുന്നു. So there it says, then the Lord God said, behold, man has become like one of us to know what is good and evil. അപ്പൊ അവിടെയും ദൈവം പറയുക, നമ്മിൽ ഒരുത്തനെ പോലെ. ആ ബഹുത്വം നമുക്ക് അവിടെ കാണാം. See again the word, it's a plural word which is used, is become like one like us. The Lord God makes that statement there. മനുഷ്യന്റെ പാപമൊക്കെ പെരുകി കഴിഞ്ഞപ്പോൾ ദൈവം ഭാഷ കലക്കുന്ന ഒരു രംഗം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. So when the sin abounded, God confused them in the language. We read that instant in Genesis chapter 11. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം. Genesis chapter 11 and verse 7 we read about it. ദൈവം ഇങ്ങനെ പറയുന്നു, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നരുളി ചെയ്തു. And there he says, come, let us go down and therefore confuse their language that they may not understand one another's speech. അപ്പൊ അവിടെയും ദൈവം പറയുന്നത് നാം ഇറങ്ങിച്ചെന്ന് ഒരു ബഹുത്വമാണ് നാം അവിടെ കാണുന്നത്. There again, mindful of the usage, it says, let us go down. That is a plural usage which is being given there. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തില്
യെശയ്യാവ് കണ്ട ഒരു ദർശനം നാം വായിക്കുന്നുണ്ട്. In Isaiah chapter 6, we see about a vision which the prophet saw there. അവിടെ യെശയ്യാവ് ദൈവത്തെയും ദൈവത്തിന്റെ മഹത്വത്തെയും ശരിയായ നിലയിൽ കാണുന്നുണ്ട്. And Isaiah is able to see the glory of God in a very clear manner. ആ ദർശനമൊക്കെ കണ്ടു കഴിഞ്ഞ് യെശയ്യാവിന് ലഭിക്കുന്ന ഒരു ദൈവവിളി 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. After he sees all the visions, he gets a call of God. That is what we read in Isaiah chapter 6 and verse 8. അവിടെ ദൈവം ഇങ്ങനെ പറയുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്. And there was the Lord's voice saying, also I heard the voice of the Lord saying, whom shall I send? Who will go for us? ആർ നമുക്ക് വേണ്ടി പോകും എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. God is saying, the Lord is making the statement, who will go for us? നാം 4 വാക്യങ്ങൾ മാത്രമേ തെളിവായിട്ട് ഇപ്പോൾ നോക്കിയുള്ളൂ. We just looked at 4 different references for the proof. സൃഷ്ടിപ്പിനോട് ബന്ധപ്പെട്ട് പറഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിൽ. So in relation to creation, he says that, like us, or, image of us. നമ്മിൽ ഒരുത്തനെ പോലെ ആകും എന്ന് ദൈവം പറഞ്ഞു. And there the Lord says he shall become one like us. നാം ഇറങ്ങിച്ചെന്ന് ഭാഷ കലക്കിക്കളക എന്ന് ദൈവം പറഞ്ഞു. And again the Lord says, let us go down and confuse their language. ആർ നമുക്ക് വേണ്ടി പോകും എന്ന വാക്ക് ദൈവം ഉപയോഗിച്ചു. Again in Isaiah we see that who will go for us, all the plural terms. അപ്പൊ ഇവിടെയെല്ലാം ദൈവം പറയുന്നിടത്ത് തന്നോട് കൂടെ ഒന്നിലധികം ആളുകളുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. All of these instances we see about the plurality, or more than one being then amongst the, in that triune God, we get the indication from all these portions. 4ാമത് ഒരു തെളിവൂടെ നമുക്കൊന്ന് നോക്കാം. Let's look unto one more portion of scripture which gives us a proof of it. ദൈവം എന്ന വാക്കിന് പല വാക്കുകൾ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. For the term of God in Hebrew, the original language which is writing the Old Testament, has got different words for it. ദൈവത്തിന്റെ പ്രത്യേകതകളെ സൂചിപ്പിക്കുന്ന, ദൈവത്തിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. See, the name, those words which denotes or shows the character of God or his speciality, all of this has been having different names. എന്നാൽ 2 പ്രധാനപ്പെട്ട വാക്കുകൾ, ഒന്ന് എലോഹിം എന്നുള്ളതും മറ്റൊന്ന് യാഹ എന്നുള്ള പദവുമാണ്. See, 2 important of those usages, one is Elohim and another one is Yah. ഈ 2 വാക്കുകളിലും അർത്ഥവ്യത്യാസമുണ്ട്. യാഹ എന്ന് പറയുന്നിടത്ത് കർത്താവ് എന്നാണ് പലയിടത്തും, അല്ലെങ്കിൽ യഹോവ എന്നാണ് പലയിടത്തും പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. See, both these words has got slight difference. Wherever Yah, is been mentioned, it mentioned about the Lord God or Jehovah the God, and that's how it is translated. യഹോവ എന്നും കർത്താവ് എന്നും ഉള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിയാൽ ലോർഡ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിൽ. So wherever in English specifically, when the translation happens, wherever it's Yah or Jehovah, it's the same verse which is translated, which is Lord, Lord. എന്നാൽ ദൈവിക തൃത്വത്തെ സൂചിപ്പിച്ചുകൊണ്ട് ദൈവം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നിടത്തൊക്കെ എലോഹിം എന്ന ഒരു എബ്രായ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. So wherever there is an instance which denotes the understanding or indication about the triune God, instead of Yah, the usage of the word is Elohim. വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാണല്ലോ. And the scripture, the Genesis starts off saying about God. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. In the beginning God created heaven and earth. അവിടെ ദൈവം എന്ന പദം നാം കാണുന്നുണ്ട്. എബ്രായ ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എലോഹീം എന്ന വാക്കാണ്. So in that first Genesis chapter 1 verses 1, where it says in the beginning God, the God in Hebrew there, the usage is Elohim. എലോഹീം എന്ന ആ എബ്രായ പദത്തിന്റെ അർത്ഥം തന്നെ, അല്ലെങ്കിൽ ആ പദത്തിന്റെ ആശയം തന്നെ, അതൊരു പ്ലൂറൽ നൗണ, ഒരു ബഹുവചന നാമ പദമാണ്.
So, in Hebrew, Elohim denotes a plural noun, and that is the usage being used in there. അപ്പൊ എലോഹീം എന്ന ആ വാക്കിൽ തന്നെ ഒരു ബഹുത്വം ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. So, Elohim, the word in itself comprises that plurality or that differentness in there. നമ്മ വളരെ മുൻപോട്ട് ചെല്ലുമ്പോൾ 19-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന്. So if you come to Psalms 19, where we read about the creation which declares the glory of God. അവിടെയും ദൈവം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് ത്രിയേക ദൈവത്തെയാ, അഥവാ എലോഹീം എന്ന പദം ആണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. And again, when it says the heavens declare the glory of God, again Elohim is the term used there as well. 82-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലും അങ്ങനെ തന്നെ നാം വായിക്കുന്നുണ്ട്. Psalm 82 and verse 1, again the use is there. We read the same about it. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു എന്നവിടെ പറയുന്നുണ്ട്. അവിടെയും ദൈവം ത്രിയേക ദൈവമാണ്. അതുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ പ്ലൂറൽ നൗണായ എലോഹീം എന്ന പദമാണ്. So again, God stands in the congregation of the mighty. Psalms 82 verse 1. The God which is in Hebrew language used is Elohim, which again gives that understanding. അപ്പം ബൈബിളിൽ ഒന്ന് എന്നുള്ളതിൽ ബഹുത്വമുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. So in the scripture, in the Bible, the plurality to the oneness, we can find that understanding in different ways. ദിവസത്തെ കുറിച്ച് പറയുമ്പോഴും ഏകദേഹം എന്ന് പറയുമ്പോഴും ഒക്കെ ആ ഏകം എന്നതിൽ ഒന്നിലധികം ഘടകങ്ങൾ ഉള്ളതായി വളരെ വ്യക്തമായി തിരുവെഴുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. So the scripture clearly indicates the plurality in the oneness. We looked at the example of a day which has got evening and morning. We looked at in regards to one flesh which has got man and woman. So oneness got having plurality in it. അതുപോലെ തന്നെ ആ ഏകൻ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദമായ ഏകത് എന്നുള്ളതിനും ആ ഏകത്വത്തിൽ ബഹുത്വമുണ്ട് എന്നുള്ള അർത്ഥമാണുള്ളത്. So even Eket, the Hebrew word which is used to indicate this, has got plurality in oneness. മൂന്നാമത്തെ തെളിവ് നാം കണ്ടത് ദൈവം സൃഷ്ടിപ്പിനോട് ബന്ധപ്പെട്ടും മറ്റു ചില സന്ദർഭങ്ങളിലും പറയുന്നിടത്ത് നാം, നമ്മുടെ എന്ന ബഹുവചന പദം ഉപയോഗിച്ചിട്ടുണ്ട്. Third proof that we looked into is in regards to creation. In other instances, God is making the usage of us or amongst, and all of this indicating that there is plurality in that oneness. നാലാമത്തെ തെളിവ് നാം കണ്ടത് ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന എലോഹീം എന്ന എബ്രായ പദമാണ്. ആ പദത്തിനും അർത്ഥം ഇറ്റ്സ് എ പ്ലൂറൽ നൗൺ, ഒരു ബഹുത്വമുണ്ട് എന്നുള്ളതാണ്. So fourth proof that we understood from the scriptures is Hebrew term Elohim, which denotes that's a plural noun which has got plurality in oneness. അപ്പൊ ഇന്ന് നാം ചിന്തിച്ചത് ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ബൈബിളിലൂടെ ചില തെളിവുകൾ നിരത്തുക മാത്രമായിരുന്നു. So what we understood today is that the plurality of oneness is something that we can understand logical in reality through the scriptures with the things that we looked into. ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. I'm going to close here tonight. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ദൈവത്വത്തിലെ ബഹുത്വം എന്ന് പറയുന്നത് 3 വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതിന്റെ ചില തെളിവുകൾ നോക്കാം. We will look into how the oneness has got the 3 personalities which is involved in that, and that's what we will look in through the scriptures. തൃത്വമെന്നോ ത്രിയേക ദൈവമെന്നോ ഒക്കെയുള്ള പദങ്ങള് നേരിട്ട് ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഈ നിലയിൽ ഇത് തെളിയിക്കുന്ന എബ്രായ, ഇംഗ്ലീഷ് ഭാഷകളിലെ ചില പദങ്ങളൂടെ ചേർത്ത് നാം പഠിക്കുമ്പോഴാണ് ഈ ആശയത്തെ നമുക്ക് ശരിയായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
So the triune God or triunity or Trinity, although those are not really directly mentioned in the translations, but when we try and understand the usage of words from Hebrew and Greek, we get a better or a clear understanding about the plurality in the oneness of God. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ആ ബഹുത്വം 3 ഘടകങ്ങൾ ചേർന്നതാണ് എന്നുള്ളതിന് തിരുവഴുത്തിലൂടെ ചില തെളിവുകൾ നമുക്ക് നോക്കാം. So let's close down it here, and God willing, when we have meet next time, we will try and understand the triune personality of the oneness of God through in the light of the scriptures in the coming week. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. May his name be glorified.